കോൺഗ്രസിന്റെ പ്രകടന പത്രിക മുസ്ലിം ലീഗിന്റേതെന്ന് നരേന്ദ്രമോദി. ജൂൺ 4-ന് പുതിയ കാലഘട്ടത്തിന് തുടക്കമാകും. ആർട്ടിക്കിൾ 370 4 5 കുടുംബങ്ങളുടെ അജണ്ട മാത്രമായിരുന്നുവെന്നും മോദി പറഞ്ഞിരിക്കുകയാണ്. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സിബി ജോസഫ് ദില്ലിയിൽ നിന്ന് ചേരുന്നു. സിബി, നരേന്ദ്രമോദി വിടാനുള്ള ഭാവമില്ല. വർഗീയ പരാമർശങ്ങൾ, വിദ്വേഷ പരാമർശങ്ങൾ, ഏറ്റവും ഒടുവിലായി താൻ ദൈവപുത്രനാണെന്ന് വരെ പറഞ്ഞു കളഞ്ഞു നരേന്ദ്രമോദി. നിലവിൽ ഇനി ഒരു ഘട്ടം കൂടിയേ ഉള്ളൂ തെരഞ്ഞെടുപ്പിന്. വല്ലാത്ത ഭയം നരേന്ദ്രമോദിയെ അലട്ടുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ അടുത്ത ദിവസങ്ങൾക്കുള്ളിൽ കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിൽ ധ്യാനമിരിക്കാൻ കൂടി നരേന്ദ്രമോദി തീരുമാനിച്ചിരിക്കുകയും ചെയ്യുന്നു. ഏതായാലും തെരഞ്ഞെടുപ്പിൻ്റെ അവസാനഘട്ടം കിടക്കുമ്പോൾ മോദിയെ അലട്ടുന്നത് എന്താണ്? എവിടെയാണ് മോദി ഈ കാര്യങ്ങൾ പറഞ്ഞത്? സിജു, തീർച്ചയായും നരേന്ദ്രമോദിയെ സംബന്ധിച്ചും ബി ജെ പിയെ സംബന്ധിച്ചും വളരെ ആശങ്ക ഇപ്പോൾ ഓരോ ഘട്ടം കഴിയും തോറും ഉണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് എല്ലാ ഘട്ടങ്ങളിലെല്ലാം നിലയും വളരെ ചെറിയ രീതിയിൽ മാത്രമല്ല, ഈ പോളിംഗ് ശതമാനത്തിലുണ്ടായ വളരെ വലിയ ഇടിവ്, പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറെ നേട്ടം പ്രതീക്ഷിക്കപ്പെടുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെല്ലാം നിലയും പോളിംഗ് ശതമാനം കുറഞ്ഞത് ബി ജെ പിക്ക് വലിയ ആശങ്കയുണ്ട്. നമുക്കറിയാം, എല്ലാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലും ഇപ്പോൾ ആദ്യമെല്ലാം തന്നെ മോദിയുടെ ഗ്യാരണ്ടിയും മറ്റ് ജനകീയ വിഷയങ്ങളും പറഞ്ഞെങ്കിൽ ഇപ്പോൾ അതെല്ലാം തന്നെ മാറി വർഗീയ പരാമർശങ്ങളും വിദ്വേഷ പ്രസംഗവും മാത്രമായി ഇപ്പോൾ നരേന്ദ്രമോദിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം ഇപ്പോൾ തുടരുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഈ അവസാന ഘട്ട വോട്ടെടുപ്പ് ദിനത്തിലും തലേനാളും മെയ് 31 ജൂൺ 1 തീയതികളിൽ കന്യാകുമാരിയിൽ ഇരിക്കാൻ പോകുന്നു മോദി എന്നുള്ള വാർത്തകൾ കൂടി പുറത്തു വരുന്നത്. 2019 സമാനമായ രീതിയിൽ അന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അവസാനഘട്ട വോട്ടെടുപ്പിൻ്റെ തലേനാൾ അന്ന് കേദർനാഥിൽ നരേന്ദ്രമോദി അന്ന് ധ്യാനത്തിലിരിക്കുന്ന ഒരു കാഴ്ച കണ്ടു. ഏതാണ്ട് അതേ സമാനമായ രീതിയിൽ തന്നെ ഈ അവസാനഘട്ട വോട്ടെടുപ്പിൻ്റെ അന്നും തലേ ദിവസവും ഇരിക്കുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ വർഗീയ പരാമർശവും വിദ്വേഷ പ്രസംഗവും എല്ലാം തന്നെയും വളരെ വലിയ രീതിയിൽ യുദ്ധത്തിൽ പ്രതിപക്ഷം അടക്കം എല്ലാം തന്നെയും ഇത് ആചരിക്കുമ്പോഴാണ് ഈ രാഷ്ട്രീയ നേട്ടം ലക്ഷ്യം വെച്ചുകൊണ്ട് മോദി, പ്രത്യേകിച്ച് ഹൈന്ദവ വോട്ടുകൾ ലക്ഷ്യമിട്ടുകൊണ്ട് മോദിയുടെ ഈ ധ്യാനത്തിലിരിക്കുന്നു എന്നുള്ളൊരു ആക്ഷേപം ഇപ്പോൾ പരക്കെ ഉയർന്നിരിക്കുന്നു. മാത്രമല്ല, നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് മോദി വാരണാസിയിൽ താൻ ദൈവത്തിൻ്റെ പുത്രനാണ്, ദൈവമാണ് തന്നെ അയച്ചതെന്നെല്ലാം തന്നെയും അദ്ദേഹം ചില അവകാശങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. പ്രത്യേകിച്ച് അന്ന് മോദി പറഞ്ഞ താൻ സാധാരണ ഒരു ജന്മമല്ല, താൻ ദൈവം അയച്ചതാണ്, തനിക്ക് തൻ്റെ അമ്മ മരിച്ചതിന് ശേഷമാണ് താൻ ഉണ്ടായത്, ജൈവികമല്ലെന്നും പ്രത്യേകിച്ച് ചില കാര്യങ്ങൾ തനിക്ക് ചെയ്യാൻ വേണ്ടി ദൈവം അയച്ചതാണ് തന്നെ എന്നെല്ലാം തന്നെയും മോദി സ്വയം ഒരു ആൾ ദൈവമാകുന്ന ഒരു കാഴ്ച കൂടി കാണുകയും അത് ഏറെ വിവാദമാകുകയും ചെയ്തു. മാത്രമല്ല, ബി ജെ പി നേതാക്കളും ഇത് വീണ്ടും ആവർത്തിക്കുകയും ഉത്തർപ്രദേശിലെ വിദ്യാഭ്യാസ സഹമന്ത്രി അടക്കമല്ലാതിനെയും മോദി ദൈവത്തിൻ്റെ അവതാരമാണെന്നല്ലാതിനെയും പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ സ്വയം ഒരു ആൾദൈവമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് നരേന്ദ്രമോദി പോകുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. എന്തായാലും ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ധ്യാനത്തിലേക്ക് ഇരിക്കാൻ പോകുന്നു 2 ദിവസം എന്നുള്ള വാർത്തകൾ കൂടി പുറത്തു വരുന്നത്. എന്തായാലും നമുക്കറിയാം, ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലെല്ലാം നിലയും അവസാന ഘട്ടമാകുമ്പോൾ ബി ജെ പിയുടെ കണക്കൂട്ടെല്ലാം നിലയും തെറ്റിക്കുന്നു. ഇപ്പോൾ 400 എന്ന മാന്ത്രിക സംഖ്യ പറയുന്നില്ല, ഇപ്പോൾ 300ലേക്ക് അമിത്ഷാ എത്തിയിരിക്കുന്നു. ഇപ്പോൾ കേവല ഭൂരിപക്ഷം പോലും ലഭിക്കില്ല എന്നൊരു കണക്കൂട്ടിലാണ് ബി ജെ പി ഉള്ളത്. ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ മുസ്ലിം വിരുദ്ധ പരാമർശം കൂടി ഏറ്റവും കൂടുതൽ കടുപ്പിക്കുകയാണ്. ഇന്നിപ്പോൾ രാവിലെ ഒരു വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രകടന പത്രിക തീർത്തും മുസ്ലിം ലീഗിന്റെ ആണെന്നുള്ള മുസ്ലിം ലീഗിൻ്റെതെന്നുള്ള ഒരു പരാമർശം ഇന്നിപ്പോൾ നരേന്ദ്രമോദി നടത്തിയിരിക്കുന്നത്. മാത്രമല്ല, ആർട്ടിക്കിൾ 370 താൻ റദ്ദാക്കിയത് അത് ഈ ആർട്ടിക്കിൾ 370 4 5 കോൺഗ്രസ് കുടുംബങ്ങളുടെ മാത്രം ഒരു തീരുമാനമായിരുന്നു, അജണ്ടയായിരുന്നു. എന്നാൽ രാജ്യത്തിൻ്റെയും ജനങ്ങളുടെയും അജണ്ട പ്രകാരമാണ് താൻ ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞതെന്നും മോദി അവകാശപ്പെടുന്നു. ജൂൺ 4-ന് ശേഷം ഒരു പുതിയ കാലഘട്ടത്തിന് തുടക്കമാകുമെന്നാണ് ഇപ്പോൾ മോദി ഒരു വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ ഇന്നിപ്പോൾ രാവിലെ പറഞ്ഞത്. എന്തായാലും തീർത്തും വർഗീയ പരാമർശങ്ങളും വിദ്വേഷ പ്രസംഗവുമായി മോദി മുന്നോട്ട് പോകുന്നു. ഇതിനിടയിലാണ് ഒരു സ്വയം ആൾദൈവമെന്ന് വിശേഷിപ്പിച്ച മോദി ഇപ്പോൾ വീണ്ടും 2 ദിവസം ധ്യാനത്തിലേക്ക് കടക്കാൻ പോകുന്നു എന്നുള്ള വാർത്തകൾ കൂടി പുറത്തു വരുന്നത്. സിജു.